ഇന്ന് പ്രഷർ കുക്കറിൽ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് സേമിയ പായസം റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് സേമിയയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത സേമിയയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളമാണ്. 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് പായസത്തിന് സാധാരണ ഒരു മധുരം ഈ 3/4 കപ്പ് പഞ്ചസാര ചേർത്താൽ കിട്ടും. ഇനി ചിലർക്കൊക്കെ സേമിയ പായസത്തിനും അധികം മധുരം ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് ഈ 3/4 കപ്പിൽ നിന്ന് കുറയ്ക്കാവുന്നതുമാണ്. കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു 4 ഏലക്ക എടുത്ത് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കുക്കറിൻ്റെ ഉള്ളിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സ് ആദ്യം ഇട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഈ കാഷ്യൂ നട്ട്സിൻ്റെ കളർന്ന് ചെറുതായിട്ട് മാറുമ്പോൾ നമുക്ക് മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് അതും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങയും കൂടി ഇട്ട് അതും കൂടെ വറുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം. ഇതിലേക്ക് സേമിയ ഇട്ട് നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ഒരുപാട് നേരമായിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളറൊന്ന് മാറുന്ന വരെ ഒന്ന് വറുത്താൽ മതി. അതേസമയം ഇത് വറുത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സേമിയ 1 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം നല്ല പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിക്കാത്ത പാലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാല് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം വറുത്തെടുത്ത് വെച്ച കാഷ്യൂ നട്ട്സും മുന്തിരി ഇട്ട് കൊടുക്കാം. അങ്ങനെ പ്രഷർ കുക്കറിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.